Good afternoon, all. Good afternoon, Miss. മറ്റേ മിസ് എന്ത് ചെയ്യും? മിസ് നാളെ കയറും കേട്ടോ. ഓക്കെ. Akari, Shabla, Smita, Hanat, Jamshid. Good afternoon. Good afternoon, ma'am. Good afternoon. Mr. Gandhian approach ആണ് എടുത്തോണ്ടിരിക്കുന്നത് അല്ലേ? ഫസ്റ്റത്തെ 2 പാരഗ്രാഫ് കഴിഞ്ഞു അല്ലേ? ഗാന്ധിയൻ അപ്രോച്ചിന്റെ ഓർമ്മയുണ്ടോ? ഓക്കെ, ബാക്കി എടുക്കാന്നുണ്ട്. Next, he laid stress on maintaining the dignity of the employees by accepting each individual worker as a human being and emphasized on non-violent communisms. എന്താണ്? ഓരോ തൊഴിലാളികളെയും അല്ലെ, ഇപ്പൊ നമ്മുടെ ഗാന്ധി പറയുന്നത് ഓരോ തൊഴിലാളിയെയും മനുഷ്യനായി കണ്ട് അംഗീകരിച്ചുകൊണ്ട് ജീവനക്കാരുടെ അന്തസ്സ് നിലനിർത്തുന്നതിൽ അദ്ദേഹം ഊന്നൽ നൽകി. ഇപ്പൊ നമ്മ പറയാറുണ്ട് മനുഷ്യനായി കണ്ടുകൂടെ എന്നൊക്കെ പറയാറുണ്ട് അല്ലെ. അപ്പൊ എന്താണ്, ഓരോ മനുഷ്യരും ഓരോ ഇൻഡിവിജ്വൽസിനും അവരുടേതായിട്ടുള്ള റൈറ്റ്സും അവരുടേതായിട്ടുള്ള കാഴ്ചപ്പാടുകളും അവരുടേതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലെ. അപ്പൊ എന്താണ്, അങ്ങനെയുള്ള ഓരോ തൊഴിലാളിയെയും മനുഷ്യനായി കണ്ട് അംഗീകരിച്ചുകൊണ്ട് ജീവനക്കാരുടെ അന്തസ്സ് നിലനിർത്തുന്നതിന് നമ്മുടെ ഗാന്ധിജി ഊന്നൽ നൽകി. കൂടാതെ എംഫസൈസ്ഡ് ഓൺ നോൺ വയലന്റ് കമ്മ്യൂണിസം അല്ലെ, അക്രമരഹിതമായിട്ടുള്ള കമ്മ്യൂണിസത്തെ അദ്ദേഹം ഇൻഡസ്ട്രിയൽ റിലേഷൻസിൽ പ്രോത്സാഹിപ്പിച്ചു. ഒക്കെയാണോ? ഊന്നൽ നൽകി. എന്താണ്, ഓരോ മനുഷ്യനെയും
ഓരോ തൊഴിലാളികളെയും മനുഷ്യനായി കണ്ട് അംഗീകരിച്ച് അവരുടെ അന്തസ്സ് നിലനിർത്തുന്നതിനും പിന്നെ നമ്മുടെ എന്താണ് നോൺ വയലന്റ് കമ്മ്യൂണിസം അല്ലെ, അക്രമരഹിതമായ കമ്മ്യൂണിസത്തിനും നമ്മുടെ ഗാന്ധിജി ഊന്നൽ നൽകി. He went to the extent of saying there if communism comes without any violence, it would be welcomed. എന്താണ് അക്രമരഹിതമായിട്ടുള്ള ഒരു കമ്മ്യൂണിസം വരികയാണെങ്കിൽ എന്താണ് അതിനെ സ്വാഗതം ചെയ്യുമെന്ന് നമ്മുടെ ഗാന്ധിജി പറഞ്ഞു. ഓക്കെയാണോ? ഓക്കെയാണോ? എന്താണ് നമുക്കറിയാം ഇൻഡസ്ട്രിയിൽ ഇപ്പൊ താഴെ തൊഴിലാളികൾക്ക് എന്താണ് ചില കമ്പനികളിൽ അവരൊരു മനുഷ്യനായി കാണുന്നുണ്ടോ? അവരൊരുപാട് ടാസ്കുകൾ ഒരുപാട് വർക്കുകൾ കൊടുത്ത് അല്ലെ അവരൊരുപാട് ബുദ്ധിമുട്ടിപ്പിക്കുന്നുണ്ട് അല്ലെ. ഇപ്പൊ ഏതാണ് ഏതോ ഒരു മൂവി ഉണ്ടല്ലോ, KGF മൂവി കണ്ടിട്ടുണ്ടോ? ഖനനം നടത്തുന്ന ആ ഒരു അവിടെ തൊഴിൽ ചെയ്യുന്ന തൊഴിലാളിയെ മനുഷ്യനായി അംഗീകരിച്ചുകൊണ്ടാണോ അവർക്കുള്ള വർക്കുകൾ ചെയ്യിക്കുന്നത്? ആണോ? മൃഗങ്ങളെ പോലെ ജോലി ചെയ്യിപ്പിക്കുകയാണ് അല്ലെ? അല്ല അല്ലെ. അപ്പൊ അങ്ങനെയൊന്നും ചെയ്യാതെ അല്ലെ ഓരോ ആളുകളെയും ഓരോ തൊഴിലാളികളെയും മനുഷ്യനായി പരിഗണിച്ചുകൊണ്ട് അവരെ എന്താണ് അവരുടെ അന്തസ്സ് നിലനിർത്തണമെന്നും കൂടാതെ അക്രമരഹിത കമ്മ്യൂണിസത്തിനും നമ്മുടെ ഗാന്ധിജി ഇൻഡസ്ട്രിയൽ റിലേഷൻസിനെ ഊന്നൽ നൽകി. കൂടാതെ അക്രമരഹിത കമ്മ്യൂണിസം വരികയാണെങ്കിൽ അത് നമ്മുടെ ഗാന്ധിജി വെൽക്കം ചെയ്യുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഓക്കെയാണോ? നെക്സ്റ്റ് പറയുന്നത് ബ്രീഫ്ലി അക്കോർഡിംഗ് ടു ട്രസ്റ്റിഷിപ്പ് തിയറി. ട്രസ്റ്റിഷിപ്പ് തിയറി എന്താ പറഞ്ഞ മിസ്? അവിടെ എംപ്ലോയർ എങ്ങനെയാണ് ആ ഒരു ഇൻഡസ്ട്രി അല്ലെങ്കിൽ ആ ഒരു കമ്പനി അവരുടേത് മാത്രമാണെന്ന് ചിന്തിക്കാതെ എന്ത് ചെയ്യുക, നമ്മുടെ എംപ്ലോയീസിനും നമ്മുടെ കമ്മ്യൂണിറ്റിക്കും അല്ലെ ഗുണം നൽകുന്നത് പ്രയോജനകരമാണെന്ന് കൂടി കണക്കിലാക്കിയിട്ട് വേണം ആള് പെരുമാറുന്നതിന് വേണ്ടിയിട്ട് അല്ലെ അങ്ങനെ നിലനിർത്തണമെന്നുമാണ് നമ്മുടെ ട്രസ്റ്റിഷിപ്പിൽ പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള ട്രസ്റ്റിഷിപ്പ് അപ്രോച്ചില് തിയറിയില് ഓൾട്ടർനേറ്റ് materialistic approach of life like property of any human achievement is not the ownership of any one individual, rather it belongs to the entire society. നമ്മുടെ ട്രസ്റ്റിഷിപ്പ് തിയറി അനുസരിച്ച് എന്താണ് പറയുന്നത്? സ്വത്ത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മനുഷ്യരുടെ നേട്ടം എന്ന് പറയുന്നത് അവരുടെ തന്നെ ഒരു എന്താണ് ഓണർഷിപ്പ് അല്ലല്ലാണ്. ഒരു എല്ലാ ഭൗതിക വശങ്ങളും ഒരു വ്യക്തിയുടെ മാത്രം ഓണർഷിപ്പിലല്ല, ഉടമസ്ഥതയിലല്ല, മറിച്ച് എങ്ങനെയാണെന്ന് പറയുന്നത് rather it belongs to the entire society. അത് നമ്മുടെ മുഴുവൻ സമൂഹത്തിന്റെയും കൂടിയുള്ളതാണെന്ന് നമ്മുടെ ട്രസ്റ്റിഷിപ്പ് അനുസരിച്ച് തിയറി അനുസരിച്ച് ഗാന്ധിജി പറയുന്നു. മിസ്റ്റർ ട്രസ്റ്റിഷിപ്പ് തിയറി പറഞ്ഞല്ലോ അതെ ആ ഒരു എംപ്ലോയറിന്റെ മാത്രമല്ല, ആ ഒരു ഇൻഡസ്ട്രി അല്ലെങ്കിൽ ആ ഒരു കമ്പനി എന്ന് പറയുന്നത് ആളുടെ മാത്രമല്ല, അതിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിനും സമൂഹത്തിനും ഗുണം നൽകുന്ന അല്ലെങ്കിൽ പ്രയോജനകരമാണെന്ന് കൂടി നമ്മുടെ എംപ്ലോയർ മനസ്സിലാക്കുക അല്ലെ. അപ്പൊ അതേപോലെ നമ്മുടെ ട്രസ്റ്റിഷിപ്പ് സിദ്ധാന്തം അനുസരിച്ച് എന്താണ് സ്വത്ത് അതല്ലെങ്കിൽ എന്താണ് ഓൾ ദ മെറ്റീരിയൽസ് ആസ്പെക്ട്സ് ഓഫ് ലൈഫ്, നമ്മുടെ ലൈഫിലുള്ള ഏതെങ്കിലും സ്വത്ത് പ്രോപ്പർട്ടി അതല്ലെങ്കിൽ എന്താണ് ഒരു ഹ്യൂമന് ലഭിക്കുന്ന നേട്ടങ്ങള് അച്ചീവ്മെന്റ്സുകൾ അല്ലെ അത് ആ ആളുടെ അത് ആർക്കാണോ ലഭിച്ചത് അവരുടെ മാത്രം ഉടമസ്ഥതയിലല്ല, മറിച്ച് എങ്ങനെയാണ് ഇറ്റ് ബിലോങ്സ് ടു ദി എൻറ്റയർ സൊസൈറ്റി അല്ലെ അത് മുഴുവൻ സമൂഹത്തിന്റേതും കൂടിയാണെന്ന് നമ്മുടെ ട്രസ്റ്റിഷിപ്പില് പറയുന്നു. ഓക്കെയാണോ? എല്ലാവർക്കും ഓക്കെയാണോ? നെക്സ്റ്റ് പറയുന്നത് these talents or skills can be taken as gift of nature and no particular individual has exclusive right over them. ഇങ്ങനെ കിട്ടുന്ന ടാലന്റുകൾ അല്ലെങ്കിൽ കഴിവുകൾ അല്ലെങ്കിൽ സ്കിൽസുകൾ എന്താണ് അവർക്ക് നേച്ചർ കൊടുത്തിട്ടുള്ള അല്ലെ പ്രകൃതി കൊടുത്തിട്ടുള്ള സമ്മാനങ്ങളാണ്. മനസ്സിലായോ?
അതൊരിക്കലും എന്താണ് സമ്മാനങ്ങളായി എടുക്കാം. അതിന് പ്രത്യേക വ്യക്തിക്കും അവയിൽ എന്തില്ലാന്ന് അവകാശങ്ങളില്ല, റൈറ്റ്സുകളില്ല എന്നാണ് നമ്മുടെ ട്രസ്റ്റിഷിപ്പില് പറയുന്നത്. ഓക്കെ ആണോ? ഒരു വ്യക്തിക്ക് കിട്ടുന്ന, ഒരു മനുഷ്യന് കിട്ടുന്ന ടാലന്റുകള്, സ്കിൽസുകള്, കഴിവുകള്, അവരുടെ എന്താണ് എബിലിറ്റീസ് ഒക്കെ എന്താണ് അവർക്ക്, ആ ഒരു മനുഷ്യന്, ആ ഒരു ഇൻഡിവിജ്വലിന് നമ്മുടെ പ്രകൃതിയിലെ നൽകിയിട്ടുള്ള സമ്മാനങ്ങളാണ് അല്ലെ. അതെന്താണ് അതിലെ ഒരു പ്രത്യേക വ്യക്തിക്കും അതിൽ റൈറ്റ്സുകളില്ല, അവകാശങ്ങളില്ല. The trusteeship system is a unique concept compared to the other contemporary industrial relation system. അല്ലെ, എന്താണ് നമ്മുടെ മറ്റ് സമകാലിക വ്യവസായ ബന്ധ സംവിധാനങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ നമ്മുടെ ട്രസ്റ്റിഷിപ്പ് വളരെയധികം പ്രധാനപ്പെട്ടതാണ്, വളരെയധികം സവിശേഷതയുള്ള ഒരു ആശയമാണ്. ഇപ്പൊ നമ്മൾ പറയാറുണ്ട് അല്ലെ, എന്താണ് എംപ്ലോയി മാനേജ്മെന്റ് റിലേഷൻസ്, എംപ്ലോയി റിലേഷൻസ് അല്ലെ, എംപ്ലോയി റിലേഷൻ എന്നൊക്കെ അല്ലെ. അപ്പൊ അങ്ങനെയുള്ള സിസ്റ്റം അപ്രോച്ചുകൾ വെച്ച് നോക്കുമ്പോൾ ട്രസ്റ്റിഷിപ്പ് സിസ്റ്റം എന്ന് പറയുന്നത് എന്താണ് വളരെയധികം സവിശേഷതയുള്ള ഒരു ആശയമാണ്. ഓക്കെയാണോ? ഒന്നുകൂടെ മിസ് പറയാം. എന്താണ് ഫസ്റ്റ് പറയുന്നത്, എന്താണ് നമ്മുടെ ഗാന്ധിജി പറയുന്നത്, നമ്മുടെ എംപ്ലോയീസിനെ, തൊഴിലാളികളെ അവര് മനുഷ്യരാണ്, നമ്മുടെ ആ ഒരു ഇൻഡസ്ട്രിയിൽ അല്ലെങ്കിൽ അവർ വർക്ക് ചെയ്യുന്ന ആ തൊഴിലിടങ്ങളില് അവരെ മനുഷ്യരായി കണ്ട് പരിഗണിച്ച് അവരുടെ അന്തസ് നിലനിർത്തുക. കൂടാതെ എന്താണ് അക്രമരഹിത കമ്മ്യൂണിസത്തെയും അദ്ദേഹം പ്രാധാന്യം കൊടുത്തു അല്ലെ, ഇൻഡസ്ട്രിയില് അദ്ദേഹം പ്രാധാന്യം കൊടുത്തു. നെക്സ്റ്റ് പറയുന്നത് അക്രമരഹിത, നമ്മുടെ ഇൻഡസ്ട്രിയൽ റിലേഷനിൽ അല്ലെങ്കിൽ നമ്മുടെ കമ്പനികളില് അക്രമരഹിതമായിട്ടുള്ള ഒരു കമ്മ്യൂണിസം വരികയാണെങ്കിൽ അതിനെ അദ്ദേഹം പ്രോത്സാഹിപ്പിക്കുമെന്ന് അല്ലെങ്കിൽ അതിനെ വെൽക്കം ചെയ്യുമെന്ന് നമ്മുടെ ഗാന്ധിജി പറഞ്ഞു. നെക്സ്റ്റ് പറയുന്നത് അക്കോർഡിംഗ് ടു ട്രസ്റ്റിഷിപ്പ് തിയറി അല്ലെ, നമ്മുടെ ട്രസ്റ്റിഷിപ്പ് തിയറി അനുസരിച്ച് നമുക്ക് ലഭിക്കുന്ന, ഒരാൾക്ക് ലഭിക്കുന്ന പ്രോപ്പർട്ടീസ് അല്ലെ, വസ്തുവകകൾ അല്ലെങ്കിൽ സ്വത്ത്, അല്ലെങ്കിൽ ഒരാൾക്ക് ലഭിക്കുന്ന അച്ചീവ്മെന്റുകൾ, നേട്ടങ്ങൾ എന്ന് പറയുന്നത് അവർക്ക് മാത്രം അവകാശപ്പെട്ടതല്ല, അവരുടെ മാത്രം ഉടമസ്ഥതയിലല്ല, മറിച്ച് എങ്ങനെയാണ് അത് നമ്മുടെ മൊത്തത്തിലുള്ള സൊസൈറ്റിക്ക് കൂടി അവകാശപ്പെട്ടതാണ്. ഓക്കെയാണോ? നെക്സ്റ്റ് പറയുന്നത് ഇങ്ങനെ കിട്ടുന്ന മനുഷ്യന് കിട്ടുന്ന ടാലന്റുകള്, സ്കിൽസുകൾ ഒക്കെ എന്താണ് അവർക്ക് നമ്മുടെ പ്രകൃതി കൊടുക്കുന്ന സമ്മാനങ്ങളാണ്. അപ്പൊ അവരെന്ത് ചെയ്യണം, ആ സമ്മാനങ്ങള്, പ്രകൃതി കൊടുക്കുന്ന സമ്മാനങ്ങൾ എന്ന് പറയുന്നത് അത് അവർക്ക് മാത്രമാണോ, അവർക്ക് മറ്റുള്ളവരും കൂടി യൂസ്ഫുൾ ആകുന്ന രീതിയിൽ പ്രയോജനപ്പെടുത്താം അല്ലെ, നമ്മുടെ എൻറ്റയർ സൊസൈറ്റിക്ക് അല്ലെ, അങ്ങനെയല്ലേ ചെയ്യേണ്ടത്? പ്രകൃതി ആരുടേതെങ്കിലും ആണോ, നമ്മുടേതാണോ, ഇന്ത്യയിലാണോ? ആണോ? അല്ല, നമ്മുടെ സൊസൈറ്റിയുടേതാണ് അല്ലേ? ആണോ? എന്താണ്? അപ്പൊ എന്താണ് ആ ഒരു നമ്മുടെ പ്രകൃതി കൊടുക്കുന്ന ആ ഒരു കഴിവുകള്, അതാണ് അതിൽ ഒരാൾക്കും എന്തില്ല, അവകാശങ്ങളില്ലാന്ന്, അത് എല്ലാവർക്കും പ്രയോജനകരമാവുന്ന രീതിയിൽ വേണം ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ട്. നമ്മുടെ ട്രസ്റ്റിഷിപ്പ് സിസ്റ്റം എന്ന് പറയുന്നത് നമ്മുടെ സമകാലിക സിസ്റ്റം, മറ്റ് കണ്ടംപററി ഇൻഡസ്ട്രിയൽ റിലേഷൻസ് വെച്ച് നോക്കുമ്പോൾ വളരെയധികം സവിശേഷതയുള്ള ഒരു ആശയമാണ്. ഓക്കെയാണോ? നെക്സ്റ്റ് പറയുന്നത് സോഷ്യോ എത്തിക്കൽ അപ്രോച്ച്. ഹന്നത്ത് ഓക്കെയാണോ? ജംഷി, ഷെയ്ഖ, സ്മിത, അബിൻഷ, ഷെബില, ഇവരെല്ലാം എപ്പോഴും കമന്റ് ഓക്കെയാണ് മിസ് എന്ന് പറയുന്നതാണ്. ബാക്കി എല്ലാവർക്കും ഓക്കെയാണോ? അവിടെ ഉണ്ടോ ബാക്കി എല്ലാവരും? ഓക്കെ. നെക്സ്റ്റ് പറയുന്നത് സോഷ്യോ എത്തിക്കൽ അപ്രോച്ച് അല്ലെ. ഇപ്പൊ നമ്മൾ ഏതൊക്കെ അപ്രോച്ചുകൾ പഠിച്ചു? സൈക്കോളജിക്കൽ അപ്രോച്ച് പഠിച്ചു,
ഹ്യൂമൻ റിലേഷൻ അപ്രോച്ച് പഠിച്ചു, സോഷ്യോളജിക്കൽ അപ്രോച്ച് പഠിച്ചു, ഗാർഡിയൻ അപ്രോച്ച് പഠിച്ചു. നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നത് സോഷ്യോ എത്തിക്കൽ അപ്രോച്ച്. സോഷ്യോ എത്തിക്കൽ അപ്രോച്ച് എന്ന് പറയുന്നത് this approach asserts that industrial relation not only has a sociological base but also has some ethical consequences. അല്ലെ, നമ്മുടെ സോഷ്യോളിക്കൽ റിലേഷൻ എന്ന് പറയുന്നത് ഈ ഒരു സോഷ്യോ എത്തിക്കൽ അപ്രോച്ച് അനുസരിച്ച് നമ്മുടെ ഇൻഡസ്ട്രിയൽ റിലേഷൻ എന്ന് പറയുന്നത് നമ്മുടെ സോഷ്യോളജിക്കൽ ബേസിസിൽ മാത്രമല്ല, അതിന് എന്തുകൂടിയുണ്ട്, കുറച്ച് എത്തിക്കൽ ആയിട്ടുള്ള കോൺസിക്വൻസസ് കൂടിയുണ്ട് അല്ലെ. ധാർമ്മിക പ്രത്യാഘാതങ്ങള് കോൺസിക്വൻസസ് കൂടിയുണ്ട്. അക്കോർഡിംഗ് ടു ദിസ് അപ്രോച്ച്, ഫോർ മെയിൻറ്റെയിനിങ് എ ഗുഡ് ഇൻഡസ്ട്രിയൽ റിലേഷൻസ് it is necessary that a labor and management understand their ethical responsibility towards good industrial relations. അല്ലെ, എന്താണ് ഈ ഒരു അപ്രോച്ച് അനുസരിച്ച്, അക്കോർഡിംഗ് ടു ദിസ് അപ്രോച്ച് അല്ലെ, ഈ ഒരു അപ്രോച്ച് അനുസരിച്ച് നമുക്കൊരു നല്ല രീതിയിലുള്ള ഒരു ഗുഡ് ഇൻഡസ്ട്രിയൽ റിലേഷൻസ് നിലനിർത്തണമെങ്കിൽ അവിടെ എന്താവശ്യമാണെന്ന് നമ്മുടെ മാനേജ്മെന്റും നമ്മുടെ ലേബറും തമ്മിൽ എന്ത് മനസ്സിലാക്കണം, അവരുടെ ധാർമ്മിക ഉത്തരവാദിത്തങ്ങളെ കുറിച്ച് ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടായിരിക്കണം അല്ലെ. വേണോ? അവരുടെ ഉത്തരവാദിത്തങ്ങളെ കുറിച്ച്, എത്തിക്കൽ ആയിട്ടുള്ള റെസ്പോൺസിബിലിറ്റീസിനെ കുറിച്ച് അവർക്ക് ഉത്തരവാദിത്തങ്ങൾ വേണോ? അവർക്ക് ഒരു അറിവുണ്ടായിരിക്കണം അല്ലെ. അതാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഒരു ഗുഡ് ഇൻഡസ്ട്രിയൽ റിലേഷൻസ് നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. ഓക്കെയാണോ? ഈ ഒരു സോഷ്യോ എത്തിക്കൽ അപ്രോച്ച് അനുസരിച്ച് എന്ത് ചെയ്യുക, ഒരു ഗുഡ് ഇൻഡസ്ട്രിയൽ റിലേഷൻസ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ, നിലനിർത്തണമെങ്കിൽ എന്ത് വേണം, നമ്മുടെ മാനേജ്മെന്റും നമ്മുടെ ലേബറും തമ്മിൽ എന്താണ് അവരുടേതായിട്ടുള്ള ധാർമ്മിക ഉത്തരവാദിത്തങ്ങളെ കുറിച്ചുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരിക്കണം. ഓക്കെയാണോ? മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. This can only achieved with the help of mutual cooperation and by developing sensitivity towards each other issues. അല്ലെ, എന്ത് ചെയ്യണം, ഇങ്ങനെ ആ ധാർമ്മിക ഉത്തരവാദിത്തങ്ങളെ കുറിച്ച്, ഓരോ എംപ്ലോയീസിന്റെ ഉത്തരവാദിത്തങ്ങൾ എന്താണ്, എംപ്ലോയറിന്റെ ഉത്തരവാദിത്തങ്ങൾ എന്താണ് എന്ന് മനസ്സിലാക്കണമെങ്കിൽ എന്ത് വേണം, അവർക്കിടയിൽ ഒരു കോപ്പറേഷൻ വേണോ, മ്യൂച്വൽ കോപ്പറേഷൻ വേണം അല്ലെ. പരസ്പര സഹകരണത്തിന്റെയും അല്ലെ പരസ്പരം പ്രശ്നങ്ങൾ സോൾവ് ചെയ്യുന്നതിലോ ഒരു സംവേദനക്ഷമത ഉണ്ടെങ്കിൽ മാത്രമല്ലേ ഇതിന് സാധിക്കുകയുള്ളൂ അല്ലെ. അപ്പൊ എന്താണ്, പരസ്പര സഹകരണത്തിലൂടെയും അല്ലെ, നമ്മുടെ എംപ്ലോയീസിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ, തൊഴിൽ സംബന്ധമായിട്ടുള്ളതായിക്കോട്ടെ അവർക്ക് അല്ലാത്തതായിക്കോട്ടെ, എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൽ ആരിടപെടണം, നമ്മുടെ എംപ്ലോയർ ഇടപെടണോ, സോൾവ് ചെയ്ത് കൊടുക്കണോ, സോൾവ് ചെയ്യണം അല്ലെ. അപ്പൊ എന്താണ്, ദിസ് ക്യാൻ ബി ഓൺലി അച്ചീവ്ഡ്, ആ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് അല്ലെങ്കിൽ ഒരു ഗുഡ് റിലേഷൻ നമുക്ക് കൊണ്ടുപോകണം അല്ലെങ്കിൽ നിലനിർത്തണമെങ്കിൽ എന്ത് ചെയ്യണം, നമ്മുടെ എംപ്ലോയറും എംപ്ലോയീസും മാനേജ്മെന്റും അല്ലെങ്കിൽ നമ്മുടെ ലേബറും മാനേജ്മെന്റും തമ്മിൽ ഒരു മ്യൂച്വൽ കോപ്പറേഷൻ അല്ലെ, പരസ്പര സഹകരണത്തിന്റെയും പ്രശ്നങ്ങളില് അവര് സോൾവ് ചെയ്യുന്നതില് ഒരു സംവേദനക്ഷമത ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇതിന് സാധ്യമാവുകയുള്ളൂ. ഓക്കെയാണോ? അതാണ് സോഷ്യോ എത്തിക്കൽ അപ്രോച്ച് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് ഡൺലോപ്പ് സിസ്റ്റം അപ്രോച്ച് അല്ലെ. ഇത് നമ്മുടെ ഗാന്ധിയൻ അപ്രോച്ച് ആരാണ് ഡെവലപ്പ് ചെയ്തത്? ഗാന്ധിജി അല്ലെ, മഹാത്മാഗാന്ധി അല്ലെ. അതേപോലെ നമ്മുടെ ഡൺലോപ്പ് സിസ്റ്റം അപ്രോച്ച് വികസിപ്പിച്ചെടുത്തത്, ഡെവലപ്പ് ചെയ്തത് ജോൺ ഡൺലോപ്പ് എന്ന് പറയുന്ന വ്യക്തിയാണ്. John Dunlop has developed a system approach to industrial relations. Like John Dunlop ആണ് എന്താണ് നമ്മുടെ ഇൻഡസ്ട്രിയൽ റിലേഷൻസ് ഒരു സിസ്റ്റം അപ്രോച്ച് വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. അതാണ് ഡൺലോപ്പ് സിസ്റ്റം അപ്രോച്ച്. അക്കോർഡിംഗ് ടു ഡൺലോപ്പ് പറയുന്നത് ഇൻഡസ്ട്രിയൽ റിലേഷൻ system at any one time it
development is regarded as composed of certain actors, certain context, and an ideology which binds the industrial relation system together, and a body of rules created to govern the actors at the workplace and the work community. നമ്മുടെ ഇൻഡസ്ട്രിയൽ റിലേഷൻസിന്റെ ഏതെങ്കിലും ഒരു വികസന ഘട്ടത്തില് വൺ ടൈം ഇറ്റ്സ് ഡെവലപ്പ്, നമ്മുടെ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റിന് ഏതെങ്കിലും ഒരു സമയത്ത് അവിടെ എന്തുണ്ടാകുന്നു, ചില ആക്ടേഴ്സ് അല്ലെ. ആക്ടേഴ്സ് എന്ന് പറയുന്നത് ആരാണ് ഇവിടെ ഇൻഡസ്ട്രിയൽ റിലേഷൻസിലെ ആക്ടേഴ്സ്? ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു പാർട്ടിസിപ്പൻസ്, ആക്ടേഴ്സ് ഒരുപാട് പേരുണ്ട്. ആരാണ്? എംപ്ലോയീസ്, എംപ്ലോയർ, ട്രേഡ് യൂണിയൻസ് അല്ലെ, ഇവരൊക്കെ ആക്ടേഴ്സ് ആണോ ഇതില്? എംപ്ലോയീസ്, എംപ്ലോയർ അല്ലെ, ആണോ? അപ്പൊ എന്താണ് നമ്മുടെ ഇൻഡസ്ട്രിയൽ റിലേഷൻ സിസ്റ്റത്തിന്റെ അതിന്റെ വികസന, ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റിന്റെ ഏതെങ്കിലും ഒരു സമയത്ത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഘട്ടത്തില് ചില ആക്ടേഴ്സ്, ചില കോണ്ടെക്സ്റ്റ് അല്ലെ, ചില സമയങ്ങളില്, ചില സന്ദർഭങ്ങളില്, ചില പ്രത്യയശാസ്ത്രം അനുസരിച്ച് അല്ലെ, ചില ഐഡിയോളജി അനുസരിച്ച് പ്രത്യയശാസ്ത്രം ഉൾക്കൊള്ളുന്നതായി കണക്കാക്കപ്പെടുന്നു ഇല്ലേ? ചില പ്രത്യയശാസ്ത്രം രണ്ടുപേരുടെ അല്ലെ, എംപ്ലോയീസിന്റെ പ്രത്യയശാസ്ത്രങ്ങളുണ്ട്, ചില സന്ദർഭങ്ങളുണ്ട്, ഒരുപാട് ആക്ടേഴ്സ് ഉണ്ട് അല്ലെ, ആണോ? ഇതൊന്നും ഇല്ലാണ്ട് ഇൻഡസ്ട്രി ഉണ്ടോ? ഇതൊന്നും ഇല്ലാണ്ട് ഇൻഡസ്ട്രി ഉണ്ടോ? ആക്ടേഴ്സ് ഇല്ലാതെ, കോണ്ടെക്സ്റ്റ് ഇല്ലാതെ, ഐഡിയോളജി ഇല്ലാതെ ഉണ്ടോ? ഇല്ല അല്ലെ. അപ്പൊ എന്താണ് നമ്മുടെ ഇൻഡസ്ട്രിയൽ റിലേഷൻസിന്റെ വികസനത്തിന്റെ ഏതെങ്കിലും ഒരു സമയത്ത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഘട്ടത്തില് എന്താണ് ചില ആക്ടേഴ്സ്, ചില സന്ദർഭങ്ങളില്, ചില പ്രത്യയശാസ്ത്രങ്ങളില് ഉൾക്കൊള്ളുന്നതായി കണക്കാക്കുന്നു. ഇത് വ്യവസായിക ബന്ധത്തിന്റെ, വ്യവസായ സംവിധാന നിയന്ത്രണത്തിന്റെ എന്താണ് പരസ്പരം ബന്ധിപ്പിക്കുകയും എന്താണ് ജോലി സ്ഥലത്തും സമൂഹത്തിലും അല്ലെ, നമ്മുടെ തൊഴിൽ സമൂഹത്തിലും എന്തിനു വേണ്ടി റൂൾസ് ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടി നിലനിൽക്കുകയും ചെയ്യുന്നു അല്ലെ. നമ്മുടെ ഇൻഡസ്ട്രിയൽ റിലേഷൻസ് നല്ല രീതിയിൽ കൊണ്ടുപോകണമെങ്കിൽ അവിടെ എന്തുണ്ട്? റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട് അല്ലെ, ലോസ് ഉണ്ട് അല്ലെ, നിയമങ്ങളുണ്ട്. ഉണ്ടോ? നമ്മ ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ് ആക്ട്, വേജസ് ആക്ട് അല്ലെ, വേജസ് ആക്ട് ഒരുപാട് നേരത്തെ പഠിച്ചിട്ടുണ്ട് അല്ലെ, ഇതിക്ക് മുമ്പ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ ഇത് എന്താണ് വ്യവസായിക സംവിധാനത്തെ പരസ്പരം ഇങ്ങനെയുള്ള ആക്ടേഴ്സ്, കോണ്ടെക്സ്റ്റുകള്, ഐഡിയോളജി അല്ലെ, പ്രത്യയ ശാസ്ത്രങ്ങളില് എന്താണ് വ്യവസായിക സംവിധാനത്തെ പരസ്പരം ബന്ധിപ്പിക്കുകയും ജോലി സ്ഥലത്തും അല്ലെ, തൊഴിൽ സമൂഹത്തില്, വർക്ക് കമ്മ്യൂണിറ്റി, തൊഴിൽ സമൂഹത്തിലും നമ്മുടെ ആക്ടേഴ്സിനെ നിയന്ത്രിക്കുന്നതിനുള്ള എന്താണ് നിയമങ്ങളുടെ ഒരു കൂട്ടം അല്ലെ, ഒരു എന്താണ് ഒരു കൂട്ടം സൃഷ്ടിക്കുകയും ചെയ്യുന്നു. റൂൾസ് എന്നാണ് പറഞ്ഞേക്കുന്നത് അല്ലെ, എ ബോഡി ഓഫ് റൂൾസ് ക്രിയേറ്റഡ് അല്ലെ. അപ്പൊ ഒരു കൂട്ടം നിയമങ്ങള് സൃഷ്ടിക്കുകയും ചെയ്യുന്നു. ഓക്കെ ആണോ? നമ്മുടെ ഇൻഡസ്ട്രി നല്ല രീതിയിൽ ഒരു ശരിയായ രീതിയിൽ കൊണ്ടുപോകണമെങ്കിൽ റൂൾസും റെഗുലേഷൻസും വേണം അല്ലെ. നേരായ അത് ഗൈഡ് ലൈൻസ് കൊടുക്കാനായിട്ട് ഓരോ സിറ്റുവേഷൻസ് വന്നാൽ അത് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട് അല്ലേ വേണ്ടേ? റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വേണ്ടേ? അല്ലെങ്കിൽ അവിടെ എന്തുവരും? പ്രോബ്ലംസ് വരും അല്ലെ, ഇഷ്യൂസ് വരും അല്ലെ, ഇഷ്യൂസ് വരും അല്ലെ. വേജസ് എങ്ങനെ കൊടുക്കണം, എംപ്ലോയീസിന് ബെനിഫിറ്റ്സ് എങ്ങനെ കൊടുക്കണം, എംപ്ലോയീസിന് ടൈമുകൾ എങ്ങനെ ഷെഡ്യൂൾ ചെയ്ത് കൊടുക്കണം അല്ലെ, തർക്കങ്ങൾ എങ്ങനെ പരിഹരിക്കണം അല്ലെ. അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് അതിന് ശരിയായ മാർഗനിർദ്ദേശങ്ങൾ ഇല്ലെങ്കിൽ അവിടെ പ്രോബ്ലംസ് വരുമോ? വരും. അപ്പൊ എന്താണ് നമ്മുടെ ഇൻഡസ്ട്രിയൽ റിലേഷൻസിന്റെ വികസനത്തിന്റെ ഏതെങ്കിലും ഘട്ടത്തില് ആക്ടേഴ്സ് വരുന്നുണ്ട്, കോണ്ടെക്സ്റ്റ് വരുന്നുണ്ട്, ഐഡിയോളജി വരുന്നതായി കണക്കാക്കപ്പെടുന്നു. കൂടാതെ ഇത് വ്യവസായിക നമ്മുടെ ഇൻഡസ്ട്രിയൽ റിലേഷൻസ് എന്നുള്ള ആ ഒരു സിസ്റ്റത്തെ
പരസ്പരം ബന്ധിപ്പിക്കുകയും അല്ലെ ഈ ആക്ടേഴ്സും കോണ്ടെക്സ്റ്റും ഐഡിയോളജിയും അല്ലെ ഇവരെ പരസ്പരം ബന്ധിപ്പിച്ച് നിർത്തുന്നത് എംപ്ലോയീസിനെയും എംപ്ലോയറിനെയും ട്രേഡ് യൂണിയൻസിനെയും എംപ്ലോയർ അസോസിയേഷൻസിനെയൊക്കെ ബന്ധിപ്പിച്ച് നിർത്തുന്നത് അല്ലെ പ്രത്യയ ശാസ്ത്രങ്ങള് ആക്ടേഴ്സ് അല്ലെ. അപ്പൊ ഇത് ഇവരെ പരസ്പരം ബന്ധിപ്പിച്ച് നിർത്തുന്നതും അല്ലെ ജോലി സ്ഥലത്തും തൊഴിൽ സമൂഹത്തിലും നമ്മുടെ എന്താണ് ഈ ഒരു അഭിനേതാക്കളെ ആക്ടേഴ്സിനെ നിയന്ത്രിക്കുന്നതിനുള്ള ഒരു കൂട്ടം നിയമങ്ങള് സൃഷ്ടിക്കുകയും ചെയ്യുന്നു. ഓക്കെയാണോ? എല്ലാവർക്കും ഓക്കെയാണോ? ഓക്കെ. നെക്സ്റ്റ് പറയുന്നത് എലമെന്റ്സ് ഓഫ് സിസ്റ്റം അപ്രോച്ച്. നമ്മുടെ സിസ്റ്റം ഇൻഡസ്ട്രിയൽ റിലേഷൻസിന്റെ സിസ്റ്റം അപ്രോച്ചസിലെ എലമെന്റ്സ് കേട്ടോ. ദ ബേസിക് എലമെന്റ് ഓഫ് ദി സിസ്റ്റം അപ്രോച്ച് ആർ ഫോളോസ്. ദ ബേസിക് എലമെന്റ്സ് ഏതൊക്കെയാണ്? സിസ്റ്റം അപ്രോച്ചസിലെ ബേസിക് ആയിട്ടുള്ള എലമെന്റ്സുകള്. ഫസ്റ്റ് എൻവിയോൺമെന്റൽ ഫോഴ്സസ്. എൻവിയോൺമെന്റൽ ഫോഴ്സസില് ടെക്നോളജിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ്, ബഡ്ജറ്ററി കൺസ്ട്രെയിൻസ്, ബാലൻസ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പവേഴ്സ് അല്ലെ. എൻവിയോൺമെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ഇൻഡസ്ട്രിയുടെ എൻവിയോൺമെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? എന്താണ്? അവർക്ക് വർക്ക് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ അല്ലെ. ടെക്നോളജിക്കൽ എന്താണ് കാര്യങ്ങളാവാം, മാർക്കറ്റ് ആവാം, അവർക്ക് ചുറ്റുമുള്ള എക്കണോമിക് ആൻഡ് മാർക്കറ്റ് ആവാം അല്ലെ, പവേഴ്സ് ആവാം അല്ലെ, അവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന പവേഴ്സ് ആവാം അല്ലെ. നമ്മ രാഷ്ട്രീയ പൊളിറ്റിക്കൽ പാർട്ടീസ് എന്നൊക്കെ പറഞ്ഞില്ലേ, പഠിച്ചില്ലേ? ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ടോ? പൊളിറ്റിക്കൽ പാർട്ടീസ്, അവരുടെ പവേഴ്സ് അല്ലെ. അതൊക്കെ എന്താണ്? നമ്മുടെ ഇൻഡസ്ട്രിയൽ എൻവിയോൺമെന്റ് ആണോ? ടെക്നോളജിക്കൽ സ്കിൽസുകള്, പുതിയ പുതിയ ടെക്നോളജീസ്, സാമ്പത്തികമായിട്ടുള്ളതും സാമൂഹികപരമായിട്ടുള്ള ഘടകങ്ങള് അല്ലെ. ഇതൊക്കെ എൻവിയോൺമെന്റൽ ഫാക്ടേഴ്സ് ആണോ? എലമെന്റ്സ് ആണോ? നമുക്ക് കഴിഞ്ഞ ദിവസം പഠിച്ചതാണ് ഇതൊക്കെ. ഓർമ്മയുണ്ടോ? പിന്നെ എന്താ പറയാത്തെ? പറയേ എന്നാ. ഓർമ്മയില്ലേ? മിസ് പറഞ്ഞാണ് അല്ലെ. എൻവിയോൺമെന്റൽ ഫാക്ടേഴ്സ്, സോഷ്യോളജിക്കൽ ഫാക്ടേഴ്സ് അല്ലെ, ടെക്നോളജിക്കൽ ഫാക്ടേഴ്സ്. മറന്നുപോയി ഇതൊക്കെ? ഓരോ സെക്ഷൻ എടുക്കുമ്പോ മറന്നുപോയാണോ? അപ്പോഴത്തേക്ക് തന്നെ ഓക്കെ. അപ്പൊ എന്താണ് നമ്മുടെ എൻവിയോൺമെന്റൽ ഫോഴ്സസിൽ ഉൾപ്പെടുന്നത്? ടെക്നോളജിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെ, സാങ്കേതികമായിട്ടുള്ള സവിശേഷതകള്, മാർക്കറ്റ് ഓർ എക്കണോമിക് ബഡ്ജറ്ററി കൺസ്ട്രെയിൻസ് അല്ലെ, നമ്മുടെ മാർക്കറ്റ് വിപണി, സാമ്പത്തികപരമായിട്ടുള്ള എന്താണ് വിപണി പരിമിതികള്, ബാലൻസ് ഓർ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പവേഴ്സ് അല്ലെ, സന്തുലിതാവസ്ഥ അല്ലെങ്കിൽ പവർ ഡിസ്ട്രിബ്യൂഷൻ അല്ലെ. നെക്സ്റ്റ് പറയുന്നത് പാർട്ടിസിപ്പൻസ് ഇൻ ദ സിസ്റ്റം അല്ലെ, നമ്മുടെ ഇൻഡസ്ട്രിയൽ റിലേഷൻസിന്റെ പാർട്ടിസിപ്പൻസ് എലമെന്റ്സിൽ വരുന്നതാണ് യൂണിയന്, മാനേജ്മെന്റ്, ഗവൺമെന്റ് അല്ലെ. നെക്സ്റ്റ് പറയുന്നത് ഔട്ട്പുട്സുകള്, റൂൾസ് ആൻഡ് ഐഡിയോളജി അറ്റ് ദ വർക്ക് പ്ലേസിൽ വരുന്ന റൂൾസുകളും പ്രത്യാശാസ്ത്രങ്ങളും ഒക്കെയാണ് നമ്മുടെ ഔട്ട്പുട്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ മിസ് ഒന്നുകൂടെ പറയാം. Participants in the system. The three key participants are the union, management, and the government that interact with the social and economic structure. At these interaction involve three main levels known as subsystem of the industrial relation system as termed by Dunlop. Dunlop പറയുന്നത് യൂണിയൻ, മാനേജ്മെന്റ്, ഗവൺമെന്റ് എന്നിങ്ങനെ മൂന്ന് പ്രധാന പങ്കാളികള് നമ്മുടെ സാമൂഹികം, സോഷ്യൽ ആൻഡ് എക്കണോമിക് സ്ട്രക്ചർ അല്ലെ, നമ്മുടെ സാമൂഹികവും സാമ്പത്തികമായിട്ട് ഇടപെടുന്നു. കൂടാതെ ഈ ഇടപെടലില് ഈ മൂന്ന് ലെവൽസിനെ നമ്മൾ എന്ത് പറയുന്നു? സബ് സിസ്റ്റം ഓഫ് ഇൻഡസ്ട്രിയൽ റിലേഷൻ സിസ്റ്റം എന്ന് പറയുന്നു. ഈ മൂന്ന് ഇടപെടലിനെയും, അതായത് യൂണിയൻ, മാനേജ്മെന്റ്, ഗവൺമെന്റ്
എന്നിങ്ങനെയുള്ള 3 കൂട്ടരുടെയും ഈ പാർട്ടിസിപ്പൻസിന്റെ ഇടപെടലിനെ നമ്മൾ എന്ത് പറയുന്നു? സബ് സിസ്റ്റം എന്ന് പറയുന്നു അല്ലെ. ഡൺലോപ്പിന്റെ അടിസ്ഥാനത്തിൽ ഇവരെ 3 പേരെയാണ് നമ്മുടെ ഇൻഡസ്ട്രിയൽ റിലേഷൻസിന് സബ് സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ ആണോ? നമ്മുടെ ഇൻഡസ്ട്രിയൽ റിലേഷൻസിന്റെ എന്താണ് സാമ്പത്തികവും സാമൂഹികവുമായിട്ടുള്ള ഘടനാപരമായി ഇടപഴകുന്ന 3 പാർട്ടിസിപ്പൻസ് എന്ന് പറയുന്നത് യൂണിയൻ, മാനേജ്മെന്റ്, ഗവൺമെന്റ് ആണ്. ഇവരെ 3 പേരെയുമാണ് നമ്മുടെ ഡൺലോപ്പ് പറയുന്നത് എന്ത്? ഇൻഡസ്ട്രിയൽ റിലേഷൻസിന്റെ സബ് സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് ഐഡിയോളജിക്കൽ ലിങ്കിങ് അല്ലെ. എന്താണ്? ഇവർക്ക് എല്ലാവർക്കും അവരുടേതായിട്ടുള്ള പ്രത്യയ ശാസ്ത്രങ്ങളുണ്ട് അല്ലെ, ഐഡിയോളജികൾ ഉണ്ട് അല്ലെ. ഉണ്ടോ? ഉണ്ടോ? മാനേജ്മെന്റിന്, ഗവൺമെന്റിന്, യൂണിയന് ഇല്ലേ, അവരുടേതായിട്ടുള്ള പ്രത്യയ ശാസ്ത്രങ്ങളുണ്ട് അല്ലെ. അപ്പൊ നോക്കിയേ, ഐഡിയോളജിക്കൽ ലിങ്കിങ്. The relations among the parties are managed largely by an ideological linking. എന്താണ്? പാർട്ടികൾക്കിടയിലുള്ള ബന്ധങ്ങൾ പ്രധാനമായും നിയന്ത്രിക്കുന്നത് എന്താണ്? ഈ പ്രത്യയ ശാസ്ത്രങ്ങളിലൂടെയുള്ള ആ ഒരു ലിങ്കിങ്ങിലൂടെയാണ് അല്ലെ. ഇവർക്കിടയിലുള്ള പ്രത്യയ ശാസ്ത്രങ്ങളിലൂടെയല്ലേ ഗവൺമെന്റിനെ, മാനേജ്മെന്റിനെ, യൂണിയനെ, എംപ്ലോയീസിനൊക്കെ പരസ്പരം നിയന്ത്രിക്കുന്നത് അല്ലെ. എംപ്ലോയീസിന്റെ ഐഡിയോളജി വേറെയാണ്, എംപ്ലോയേഴ്സിന്റെ ഐഡിയോളജി വേറെയാണ്, ഗവൺമെന്റിന്റെ വേറെയാണ് അല്ലെ. ആണോ? ഗവൺമെന്റിന്റെ വേറെയാണ് അല്ലെ. അപ്പൊ ഈ ഒരു ഐഡിയോളജിക്കൽ ലിങ്കിങ്ങിലൂടെയാണ് ഈ പാർട്ടികൾക്കിടയിലുള്ള എന്താണ് ബന്ധങ്ങള് പ്രധാനമായും നിയന്ത്രിക്കുന്നത്. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് according to Dunlop, an ideology is a set of ideas and beliefs commonly held by the actors that help to build or integrate the system together as an entity. നമ്മുടെ ഡൺലോപ്പിന്റെ അടിസ്ഥാനത്തിൽ പ്രത്യയ ശാസ്ത്രം അല്ലെങ്കിൽ ഐഡിയോളജി എന്ന് പറയുന്നത് എന്താണ്? a set of ideas ആണ് അല്ലെ. അഭിനേതാക്കൾ സാധാരണയായി പുലർത്തുന്നതും. ഇവിടെ അഭിനേതാക്കൾ ആരാണ്? നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു, പാർട്ടിസിപ്പൻസ്, ആക്ടേഴ്സ് അല്ലെ, എംപ്ലോയീസ്, മാനേജ്മെന്റ് അല്ലെ, അവരെല്ലാം അവിടുത്തെ അഭിനേതാക്കള് ആണോ? അപ്പൊ എന്താണ്? അഭിനേതാക്കൾ സാധാരണയായി പുലർത്തുന്ന അല്ലെ അവരുടെ ആശയങ്ങളുടെയും വിശ്വാസങ്ങളുടെയും ഒരു കൂട്ടമാണ് ഐഡിയോളജി. അത് ഒരു സ്ഥാപനത്തിന്റെ സിസ്റ്റത്തെ കെട്ടിപ്പടുക്കുകയോ സംയോജിക്കുകയോ ചെയ്യുന്നു അല്ലെ. ഇവർക്കറിയുള്ള ആ ഒരു പ്രത്യയ ശാസ്ത്രം അനുസരിച്ചല്ലേ അവരുടെ സിസ്റ്റം അപ്രോച്ച് നിലനിർത്തുന്നത് അല്ലെ. അവരുടെ ആ ഒരു കൂട്ടായ്മ, അവരുടെ ആ ഒരു കോപ്പറേഷൻ നിലനിർത്തുന്നത് അല്ലെ ഈ ഐഡിയോളജി വെച്ചല്ലേ. അപ്പൊ എന്താണ്? നമ്മുടെ ഡൺലോപ്പിന്റെ അടിസ്ഥാനത്തില് എന്താണ് പ്രത്യയ ശാസ്ത്രം എന്നത് അവിടുത്തെ ആ ഒരു ഇൻഡസ്ട്രിയൽ റിലേഷൻസിന്റെ അഭിനേതാക്കൾ, ആക്ടേഴ്സ് എന്ന് പറഞ്ഞ എംപ്ലോയീസ് ആവാം, എംപ്ലോയർ ആവാം, മാനേജ്മെന്റ് ആവാം, ഗവൺമെന്റ് ആവാം അല്ലെ. അപ്പൊ അവര് നിലനിർത്തുന്ന എന്താണ് ആശയങ്ങളുടെയും വിശ്വാസങ്ങളുടെയും ഒരു കൂട്ടമാണ്. ഈ ഒരു ഐഡിയോളജിയാണ് ആ ഒരു സ്ഥാപനത്തിന്റെ സിസ്റ്റത്തെ കെട്ടിപ്പടുക്കുന്നതും സംയോജിപ്പിച്ച് നിലനിർത്തുകയും ചെയ്യുന്നത്. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് കോണ്ടെക്സ്റ്റ് ഓർ എൻവിയോൺമെന്റ് അല്ലെ. എൻവിയോൺമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദ ഫ്രെയിംവർക്ക് വിച്ച് ദ പാർട്ടിസ് വിത്തിൻ വിച്ച് ദ പാർട്ടിസിപ്പൻസ് ഇന്ററാക്ട് ഈസ് നോൺ ആസ് എൻവിയോൺമെന്റ് അല്ലെ. എന്താണ്? പങ്കാളികൾ ഇടപഴകുന്ന ചട്ടക്കൂടിനെയാണ്, ആ ഒരു ഫ്രെയിം വർക്കിനെയാണ് എന്ത് പറയുന്നത്? പരിസ്ഥിതി എന്ന് വിശേഷിപ്പിക്കുന്നത്. നമ്മുടെ പാർട്ടിസിപ്പൻസ് വർക്കിംഗ് സിറ്റുവേഷൻ അല്ലെ. ആ ഒരു വർക്കിംഗ് സിറ്റുവേഷനിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട് ഷബില? ടെക്നോളജിക്കൽ ഉണ്ട്, എക്കണോമിക് ഫാക്ടേഴ്സ് ഉണ്ട് അല്ലെ, സോഷ്യോളജിക്കൽ ഫാക്ടേഴ്സ് ഉണ്ട്, ഉണ്ടോ അല്ലെ? അപ്പൊ എന്താണ്? ഒരു
പങ്കാളികൾ, അവിടുത്തെ ആക്ടേഴ്സ് അല്ലെ, ആക്ടേഴ്സ്, എംപ്ലോയീസ്, മാനേജ്മെന്റ്, യൂണിയൻസ് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ആളുകള് ഇടപഴകുന്ന ആ ഒരു ചട്ടക്കൂടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കോണ്ടെക്സ്റ്റ് അല്ലെങ്കിൽ എൻവിയോൺമെന്റ് എന്ന് വിശേഷിപ്പിക്കുന്നത്. According to Dunlop, the three types of environment are relevant to the industrial relations. അല്ലെ, നമ്മുടെ ഡൺലോപ്പിന്റെ അഭിപ്രായത്തില് 3 തരത്തിലുള്ള എൻവിയോൺമെന്റ്, പരിസ്ഥിതിയാണ് നമ്മുടെ ഇൻഡസ്ട്രിയൽ റിലേഷൻസിന് ആവശ്യമായിട്ടുള്ളത്. അത് ഏതൊക്കെയാണ്? The technological features of the establishment അല്ലെ, നമ്മുടെ സ്ഥാപനത്തിന്റെ സാങ്കേതിക സവിശേഷതകൾ അല്ലെ, സാങ്കേതിക സവിശേഷതകൾ വേണ്ടേ, ടെക്നോളജിക്കൽ അപ്ഡേഷൻസ് വേണം അല്ലെ. ഇപ്പൊ ഒരു 5 വർഷം മുമ്പുള്ള ടെക്നോളജീസ് ആണോ ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്നത്? ആണോ? അല്ല അല്ലെ, ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള സ്ഥാപനത്തിന്റെ സാങ്കേതിക സവിശേഷതകൾ അല്ലെ, ആ സവിശേഷത മോഡേൺ ടെക്നോളജി അല്ലെ. അപ്പൊ അതിനനുസരിച്ച് എന്ത് കിട്ടണം? നമ്മുടെ എംപ്ലോയീസിനും ട്രെയിനിങ്ങും എഡ്യൂക്കേഷൻ ഒക്കെ കിട്ടണം അല്ലെ. അതനുസരിച്ച് അവരുടെ കഴിവുകളും സ്കിൽസുകളൊക്കെ വർദ്ധിപ്പിക്കുന്നുണ്ടോ? ഇംപ്രൂവ് ചെയ്യുന്നുണ്ടോ? ഉണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ടെക്നോളജിക്കൽ ഫീച്ചേഴ്സ്. നെക്സ്റ്റ് പറയുന്നത് ദ എക്കണോമിക് ഓർ മാർക്കറ്റ് കൺസ്ട്രെയിൻസ് ഉണ്ട് അല്ലെ, സാമ്പത്തിക അല്ലെങ്കിൽ വിപണി പരിമിതികൾ അല്ലെ. ഇപ്പൊ എന്താണ് വിപണി പരിമിതികൾ എന്ന് പറയുന്നത്? എന്താണ്? വിലയിടിവ് വരാം, അതൊക്കെ വിപണിയിൽ വരുന്ന പ്രത്യാഘാതങ്ങളാണ് അല്ലെ. പൈസയുടെ മൂല്യം കുറയാ അല്ലെ, പൈസയുടെ മൂല്യം കുറയാ, വിലയിടിവ് വരാ, ഒരു പ്രോഡക്റ്റിന് വിലയിടിവ് സംഭവിക്കാം, ആണോ? അപ്പൊ അങ്ങനെയുള്ള എക്കണോമിക് ആൻഡ് മാർക്കറ്റ് കൺസ്ട്രെയിൻസ് അല്ലെ. ഇപ്പൊ നമുക്കറിയാം ഗോൾഡിന്റെ റേറ്റ് ഒരു 2 വർഷം മുമ്പ് അല്ലെങ്കിൽ ഒരു വർഷം മുമ്പുള്ള റേറ്റ് ആണോ ഇന്ന് ഗോൾഡിന്? ആണോ? അല്ല അല്ലെ. അപ്പൊ അതൊക്കെ എന്താണ്? വിപണിയിൽ വരുന്ന നിയന്ത്രണങ്ങളാണ് അല്ലെ, പരിമിതികളാണ് അല്ലെ. ആ ഒരു വിലക്കയറ്റം വരുന്നതൊക്കെ അല്ലെ, വിലക്കയറ്റം വരുന്നതൊക്കെ ആണ്. അപ്പൊ അങ്ങനെയുള്ള എക്കണോമിക് ആൻഡ് മാർക്കറ്റ് കൺസ്ട്രെയിൻസ്. നെക്സ്റ്റ് പറയുന്നത് ദ ലോക്കസ് ആൻഡ് ബാലൻസ് ഓഫ് പവർ പ്രിവാലന്റ് ഇൻ സൊസൈറ്റി അല്ലെ. എന്താണ്? സമൂഹത്തില് നിലനിൽക്കുന്ന അധികാര സ്ഥാനവും സന്തുലിതാവസ്ഥയും നമ്മ പറഞ്ഞു അല്ലെ. എന്താണ്? ഗവൺമെന്റ് മാറുന്നതിനനുസരിച്ച് റൂൾസും റെഗുലേഷൻസ് ഒക്കെ മാറില്ലേ. അവരുടെ ഐഡിയോളജി അനുസരിച്ചായിരിക്കും നിയമങ്ങൾ കൊണ്ടുവരുന്നത് അല്ലെ. ആണോ? മിസ് കഴിഞ്ഞ ദിവസം ഒക്കെ എടുത്തപ്പോ പറഞ്ഞതുണ്ട്, അവരെ പവർ അനുസരിച്ചായിരിക്കും അല്ലെ, അവരുടെ പവർ അനുസരിച്ചായിരിക്കും അല്ലെ. അപ്പൊ അങ്ങനെ എന്താണ്? നമ്മുടെ സൊസൈറ്റിയിലുള്ള സമൂഹത്തിൽ നിലനിൽക്കുന്ന അധികാര സ്ഥാനവും സന്തുലിതാവസ്ഥയും ഒക്കെയാണോ? നെക്സ്റ്റ് എടുക്കട്ടെ മിസ്. ക്ലിയർ അല്ലേ മക്കളെ? ക്ലിയർ അല്ലേ? മിസ് എടുക്കുന്ന ഭാഗങ്ങളാ അപ്പൊ ഇങ്ങനെ പറയാൻ പറ്റുള്ളൂ കേട്ടാ, കുറച്ച് ബുദ്ധിമുട്ടുള്ള ഭാഗങ്ങളാണ്. ഓക്കെ അല്ലേ എല്ലാവർക്കും? ഓക്കെ. നെക്സ്റ്റ് പറയുന്നത് സിഗ്നിഫിക്കൻസ് ഓഫ് എംപ്ലോയി റിലേഷൻസ് അല്ലെ. നമ്മുടെ എംപ്ലോയി റിലേഷൻസിന്റെ സിഗ്നിഫിക്കൻസ് അല്ലെ, പ്രാധാന്യം, ഇമ്പോർട്ടൻസ് ഓഫ് എംപ്ലോയി റിലേഷൻ ആസ് ഫോളോസ് അല്ലെ. നമ്മുടെ എംപ്ലോയി റിലേഷന്റെ പ്രാധാന്യങ്ങൾ താഴെ പറയുന്നു. ഫസ്റ്റ് ഏതാണ് പറയുന്നത്? മിനിമൈസ് ഇൻഡസ്ട്രിയൽ കോൺഫ്ലിക്ട്സുകൾ അല്ലെ. നല്ല ഒരു എംപ്ലോയി റിലേഷൻ ആണെങ്കിൽ നമ്മുടെ മാനേജ്മെന്റും ഗവൺമെന്റും എംപ്ലോയറും തമ്മിൽ, എംപ്ലോയീസും തമ്മിൽ, യൂണിയൻസ് തമ്മിൽ നല്ലൊരു റിലേഷൻ ആണെങ്കിൽ അവിടെ എന്തുണ്ടാവില്ല? കോൺഫ്ലിക്റ്റുകൾ കുറയ്ക്കാൻ സാധിക്കുമോ? തർക്കങ്ങൾ നമുക്ക് കുറയ്ക്കാൻ സാധിക്കുമോ? എന്ത് ചെയ്യാന്ന്? മിനിമൈസ് ഇൻഡസ്ട്രിയൽ റിലേഷൻസ് അല്ലെ. നമ്മുടെ ഇൻഡസ്ട്രിയിലെ കോൺഫ്ലിക്റ്റുകള്, തർക്കങ്ങള് കുറയ്ക്കുക. ഇൻഡസ്ട്രിയൽ റിലേഷൻസ് ആർ പ്രോൺ ടു ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ് വിച്ച് occur as a result of various difference അല്ലെ. എന്താണ് നമ്മുടെ ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നത്? എന്താണ്? ഒരുപാട് ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സുകൾ, തർക്കങ്ങൾ വരാൻ സാധ്യതയുള്ളതാണ് അല്ലെ. അല്ലെ, ഒരുപാട് പ്രശ്നങ്ങൾ, ഒരുപാട് പ്രോബ്ലംസ്, ഒരുപാട് കോൺഫ്ലിക്റ്റുകൾ അല്ലെ, സംഘർഷങ്ങൾ വരാൻ സാധ്യതയുള്ളതാണോ?
1 അല്ലെ, വിച്ച് ഒക്കർ അത് എന്തുകൊണ്ടാണ് വരുന്നത്? ആസ് എ റിസൾട്ട് ഓഫ് വേരിയസ് ഡിഫറൻസ് അല്ലെ, പല എന്താണ് ഡിഫറൻസ് കൊണ്ട് റിസൾട്ടിന്റെ ഭാഗമായിട്ട് അല്ലെ, പ്രത്യാഘാതങ്ങൾ കൊണ്ടാണ് ഈ ഒരു ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സുകൾ വരുന്നത്. എന്തൊക്കെയാവാം ആ ഒരു ഡിഫറൻസസുകൾ, വ്യത്യാസങ്ങൾ എന്തൊക്കെയാവാം? പലതരത്തിലുള്ള ആ ഒരു വ്യത്യാസങ്ങളുടെ ഭാഗമായി എന്ന് പറയുന്നത്, ഫോർ എക്സാമ്പിൾ ഫെയിലിയർ ടു ഫുൾഫിൽ ബേസിക് ഹ്യൂമൻ ഡിസയേഴ്സ് അല്ലെ, എന്താണ് നമ്മുടെ ഹ്യൂമൻ ഡിസയേഴ്സ്, അതായത് എംപ്ലോയീസിന്റെ ആഗ്രഹങ്ങൾ നിറവേറ്റാൻ സാധിക്കാതെ വരിക അല്ലെ, എംപ്ലോയറിന് അല്ലെ അവർക്ക് സാലറി, അവർ പ്രതീക്ഷിക്കുന്ന സാലറി കൊടുക്കാൻ പറ്റാതെ വരിക അല്ലെ, അവർക്ക് കറക്റ്റ് രീതിയിൽ അവർ പ്രതീക്ഷിക്കുന്ന ഒരു സേഫ്റ്റി സെക്യൂരിറ്റി തൊഴിലിടങ്ങളിൽ കൊടുക്കാൻ സാധിക്കാതെ വരിക, അവർക്ക് ആവശ്യമായിട്ടുള്ള ബെനിഫിറ്റ്സുകൾ കൊടുക്കാൻ സാധിക്കാതെ വരിക, അപ്പോഴേക്കല്ലേ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. നെക്സ്റ്റ് പറയുന്നത് or lacking sufficient motivation to gain satisfaction അല്ലെ, നമ്മുടെ വർക്കേഴ്സിന്റെ എംപ്ലോയീസിന്റെ തൃപ്തി വർദ്ധിപ്പിക്കുന്നതിനുള്ള അവർക്ക് ആവശ്യമായിട്ടുള്ള മോട്ടിവേഷൻ കൊടുക്കാതെ വരുന്നത്, അവർക്ക് ലഭ്യമാകാതെ വരുന്നത്, അതായത് അവർക്ക് ലഭിക്കേണ്ട ബെനിഫിറ്റ്സുകൾ, അവർക്ക് കിട്ടേണ്ട വേജസ് ഒന്നും അവർക്ക് ലഭിക്കാതെ വരുന്നത് കൊണ്ടുണ്ടാവുക. Some forms of industrial disturbances also obstruct industrial unity അല്ലെ, എന്താണ് ഇങ്ങനെയുള്ള some forms of industrial disturbance, ഇങ്ങനെയുള്ള അസ്വസ്ഥതകൾ എന്തിന് കാരണമാണ്? ഓൾസോ ഒബ്സ്ട്രക്ട് ഇൻഡസ്ട്രിയൽ യൂണിറ്റി, ഇൻഡസ്ട്രിയിൽ ഉണ്ടാകുന്ന ആ ഒരു ഐക്യത്തിന് തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് അല്ലെ, വേജസിൽ വ്യത്യാസം വരുന്നത്. അപ്പൊ എന്ത് ചെയ്യും? വേജസില് അല്ലെങ്കിൽ അവർക്ക് ലഭിക്കേണ്ട ബെനിഫിറ്റ്സുകളില് അല്ലെങ്കിൽ അവർക്കുള്ള സേഫ്റ്റിയില് സെക്യൂരിറ്റിയിലൊക്കെ പ്രശ്നങ്ങൾ വന്നാല് നമ്മുടെ തൊഴിലാളികൾക്കിടയിൽ മുറുമുറുപ്പ് വരുന്നുണ്ടോ? സംഘർഷങ്ങൾ വരുന്നുണ്ട് അല്ലെ. അപ്പൊ അത് എന്ത് വരുന്നുണ്ട്? നമ്മുടെ ഇൻഡസ്ട്രിയിലെ ഐക്യത്തിന് തടസ്സം സൃഷ്ടിക്കുന്നുണ്ടോ? ഇങ്ങനെയുള്ള അസ്വസ്ഥതകൾ അല്ലെ, ഇങ്ങനെയുള്ള പ്രശ്നങ്ങള് നമ്മുടെ ഇൻഡസ്ട്രിയിലെ ഐക്യത്തിന് തടസ്സം നിൽക്കുന്നു. ഓക്കെയാണോ? അപ്പൊ അതിന്റെ ഫലമായിട്ട് എന്തൊക്കെ ഉണ്ടാകുന്നുണ്ട്? ഇങ്ങനെയുള്ള തടസ്സങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഡിസ്റ്റർബൻസുകളുടെ ഫലമായിട്ട് സ്ട്രൈക്കുകൾ ഉണ്ടാകുന്നു, ലോക്കൗട്ട്സുകൾ ഉണ്ടാകുന്നു, ഗോ സ്ലോ ടാക്ടിക്സ് അല്ലെ, അവര് തന്ത്രങ്ങളും പതുക്കെ നമ്മുടെ തൊഴിലാളികളുടെ ഇടയിൽ നമ്മുടെ തൊഴിലുടമകൾക്കെതിരായിട്ട് തന്ത്രങ്ങൾ മെനയുന്നുണ്ട്, പരാതികൾ ഉണ്ടാകുന്നുണ്ട്, ഗീറോസ് അല്ലെ അവര് തൊഴിലുടമനെ തടഞ്ഞു വെക്കുന്നുണ്ട്, അങ്ങനെ പല പ്രശ്നങ്ങൾക്കും കാരണമാകുന്നു. All these issues can be handled through good industrial relations അല്ലെ. ഈ ഒരു പ്രശ്നങ്ങള് നമുക്ക് എങ്ങനെ മാത്രമാണ് ഹാൻഡിൽ ചെയ്യാൻ സാധിക്കുള്ളൂ, കൈകാര്യം ചെയ്യാൻ സാധിക്കുള്ളൂ? നല്ല ഇൻഡസ്ട്രിയൽ റിലേഷനിലൂടെ മാത്രമാണ് നമുക്ക് ഇത്തരം പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഓക്കെയാണോ? ഓക്കെ അല്ലേ? സിമ്പിൾ ആണ് അല്ലെ അത്. നെക്സ്റ്റ് പറയുന്നത് ഇൻക്രീസ് വർക്കേഴ്സ് മോറൽ അല്ലെ, എന്താണ് നമ്മുടെ വർക്കേഴ്സിന്റെ മനോവീര്യം വർദ്ധിപ്പിക്കാൻ സാധിക്കുന്നു. വർദ്ധിപ്പിക്കാൻ സാധിക്കോ? ഗുഡ് ഇൻഡസ്ട്രിയൽ എന്താണ്? ഗുഡ് ഇൻഡസ്ട്രിയൽ റിലേഷൻസ് ഇൻക്രീസ് ദ വർക്കേഴ്സ് മോറൽ അല്ലെ, എന്താണ് നല്ലൊരു ഇൻഡസ്ട്രിയൽ റിലേഷൻ ആണെങ്കിൽ അത് നമ്മുടെ വർക്കേഴ്സിന്റെ തൊഴിലാളികളുടെ മനോവീര്യം വർദ്ധിപ്പിക്കുന്നു. The employee and the employer think about the benefits of each other അല്ലെ, അവരെന്ത് ചെയ്യുന്നുണ്ട്? ജീവനക്കാരും തൊഴിലുടമകളും നേട്ടങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നു അല്ലെ, രണ്ടുപേർക്കുമുള്ള നേട്ടങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നു. Workers work eagerly for the achievement of the organizational goal. അപ്പൊ നമ്മുടെ വർക്കേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്? ഞാൻ എന്റെ തൊഴിലുടമയ്ക്ക് ബെനിഫിറ്റ് ആയിട്ട് ചിന്തിക്കുമ്പോൾ അല്ലെ, എനിക്ക് സാലറി തരുന്ന എന്റെ തൊഴിലുടമയ്ക്ക് ആയിട്ട് ചിന്തിക്കുമ്പോൾ എന്ത് പറ്റുന്നുണ്ട്? ഗുണമായി ചിന്തിക്കുമ്പോൾ നമ്മുടെ സംഘടനാ ലക്ഷ്യങ്ങൾ അല്ലെ, നമ്മുടെ ഓർഗനൈസേഷനിലെ ഗോള് സാറ്റിസ്ഫൈഡ് ആക്കാൻ അവർ പ്രവർത്തിക്കോ തൊഴിലാളികള്? ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിന്റെ
ഗോൾസ് അല്ലെ അവർക്ക് അച്ചീവ് ചെയ്യാൻ വേണ്ടി ഞാൻ പ്രവർത്തിക്കും, സിൻസിയർ ആയിട്ട് പ്രവർത്തിക്കും. അപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്? വർക്കേഴ്സ് വർക്ക് ഈഗർലി ഫോർ ദ അച്ചീവ്മെന്റ് ഓഫ് ദി ഓർഗനൈസേഷൻ ഗോൾ. ആ ഒരു ഓർഗനൈസേഷന്റെ ഗോൾസുകൾ അല്ലെ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടി, അവർക്കത് കൈവരിക്കാൻ വേണ്ടി നമ്മുടെ വർക്കേഴ്സ് ആകാംക്ഷയോടുകൂടി അല്ലെ പ്രവർത്തിക്കുന്നു. നെക്സ്റ്റ് പറയുന്നത് this is because workers believe that they share the same concern as the employer. എന്താണ് this is because workers believe, workers എന്താണ് believe ചെയ്യുന്നത്? that they share the same concern as the employer അല്ലെ തൊഴിലുടമയിലെ ഉൽപാദനം വർദ്ധിപ്പിച്ചതുപോലെ എന്താണ് നമ്മുടെ ഇതും വർദ്ധിപ്പിക്കണം അല്ലെ. കൺസേൺ ആസ് ദ എംപ്ലോയർ, നമ്മൾ ശരിയായ രീതിയിൽ വർക്ക് ചെയ്യുമ്പോൾ എന്താണ് എംപ്ലോയി കറക്റ്റ് ആയിട്ട് പ്രോപ്പറായ രീതിയിൽ സിൻസിയർ ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ അവിടെ ഉൽപാദനക്ഷമത ഉണ്ടാകുന്നുണ്ടോ? അപ്പൊ അതേപോലെ എന്ത് ചെയ്യണം? നമ്മുടെ തൊഴിലാളികൾക്കും കിട്ടണം അല്ലെ. അത്തരം ബെനിഫിറ്റ്സുകൾ തൊഴിലാളികൾക്ക് കിട്ടണോ? That is increased production അല്ലെ. നമ്മുടെ പ്രൊഡക്ഷൻ വർദ്ധിപ്പിക്കുന്നത് പോലെ. പ്രൊഡക്ഷൻ വർദ്ധിപ്പിക്കുന്നത് എന്താണ്? എങ്ങനെയാണ് പ്രൊഡക്ഷൻ വർദ്ധിപ്പിക്കുന്നത്? നമ്മുടെ എംപ്ലോയീസ് ശരിയായ രീതിയിൽ വർക്ക് ചെയ്യുമ്പോ അല്ലെ. അപ്പൊ അതേപോലെ നമ്മുടെ വർക്കേഴ്സിന് എന്താണ് നമ്മൾ ശരിയായ രീതിയിൽ അവർക്ക് ബെനിഫിറ്റ്സ് ആയ രീതിയിൽ നമ്മുടെ എംപ്ലോയീസ് വർക്ക് ചെയ്യുന്നത് പോലെ നമ്മുടെ എന്ത് ചെയ്യണം? നമ്മുടെ എംപ്ലോയറിന്റെ ഭാഗത്തു നിന്നും വേണോ അങ്ങനെ ഒരു സഹകരണം? അപ്പൊ നമ്മുടെ എംപ്ലോയറിന്റെ ഭാഗത്തു നിന്നും അങ്ങനെ ഒരു കൺസേൺ അല്ലെ നമ്മുടെ എംപ്ലോയീസിനും ഉണ്ടായിരിക്കണം. ദാറ്റ് ഈസ് ഇൻക്രീസ്ഡ് പ്രൊഡക്ഷൻ. ഒരു എക്സാമ്പിൾ പറഞ്ഞേക്കുന്നതാണ്. ദിസ് ആസ് എ റിസൾട്ട് സ്റ്റിമുലേറ്റ് ദം ടു വർക്ക് ഹാർഡർ അല്ലെ. ഇതിന്റെ റിസൾട്ടിന്റെ ഭാഗമായിട്ട് എന്തുണ്ട്? അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പ്രവർത്തിക്കാനായിട്ടുള്ള ഒരു ഉത്തേജനം ലഭിക്കുന്നുണ്ടോ? ഇതിന്റെ ഒരു റിസൾട്ടിന്റെ ഭാഗമായിട്ട് അല്ലെ സ്റ്റിമുലേറ്റ് ദം ടു വർക്ക് ഹാർഡർ അല്ലെ കഠിനാധ്വാനത്തോടു കൂടി പ്രവർത്തിക്കാൻ, രണ്ടു കൂട്ടുകാർക്കും കഠിനാധ്വാനത്തോടുകൂടി പ്രവർത്തിക്കാനായിട്ട് അവരുടെ പ്രവർത്തനത്തെ ഉത്തേജിപ്പിക്കുന്നു. ഓക്കെയാണോ? നമ്മള് എന്താണ് തൊഴിലുടമയ്ക്ക് ആ ഒരു ഉൽപാദനക്ഷമത പോലുള്ള വർദ്ധിപ്പിച്ചതിലൂടെ തങ്ങളും അല്ലെ അതേപോലുള്ള ആശങ്ക പങ്കിടുന്നു എന്ന് നമ്മുടെ തൊഴിലാളികളും വിശ്വസിക്കുന്നു. അപ്പൊ തൊഴിലാളികളുടെ ആശങ്ക അവിടെ എന്താണ്? സാലറി കിട്ടുക അല്ലെ, സാലറി ഇൻക്രിമെന്റ് കിട്ടുക, അവർക്ക് ബെനിഫിറ്റ്സ് കിട്ടുക, അതല്ലേ അവർ ഉദ്ദേശിക്കുന്നത് അല്ലെ. ഒരു ഉൽപാദനക്ഷമത കൂടുമ്പോൾ അവിടെ എന്ത് ചെയ്യും? പ്രോഫിറ്റ് കൂടും. പ്രോഫിറ്റ് കൂട്ടുകാരും എന്ത് ചെയ്യണം? അതിന്റെ ഒരു പങ്ക് നമ്മുടെ തൊഴിലാളികൾക്കും കൊടുക്കണം അല്ലെ. അല്ലെ തൊഴിലാളികൾക്കും കൊടുക്കണം. ഓക്കെയാണോ? നെക്സ്റ്റ് പറയുന്നത് employer also have a feeling that the profit of the firm are not only due to their effort and the workers are equally responsible for the increased production and profit. നമ്മൾ നേരത്തെ പറഞ്ഞതിന്റെ പോലെ ബാക്കിയാണ് പറയുന്നത്. എന്താണ് നമ്മുടെ എംപ്ലോയേഴ്സിന് ഒരു ഫീൽ ഉണ്ടായിരിക്കുന്നത്. ഓൾസോ ഹാവ് എ ഫീലിംഗ്. എന്താണ്? ആ ഒരു പ്രോഫിറ്റ് അവർക്ക് ലഭിക്കുന്ന ആ ഒരു പ്രോഫിറ്റ് എന്തുകൊണ്ട് മാത്രമല്ല ആ ഒരു ഫേമിന് അല്ലെ ആ ഒരു സ്ഥാപനത്തിന് ലഭിക്കുന്ന ആ ഒരു പ്രോഫിറ്റ് അവരുടെ മാത്രം എഫോർട്ടോട് കൂടിയല്ല അല്ലെ. എന്താണ്? and workers are equally responsible for the increased production and work profit. നമ്മുടെ വർക്കേഴ്സും അല്ലെ നമ്മുടെ തൊഴിലാളികളും നമ്മളെ പോലെ തന്നെ അല്ലെ നമ്മുടെ തൊഴിലുടമയെ പോലെ തന്നെ ഈക്വലി ആയിട്ട് ഒരേപോലെ ഉത്തരവാദിത്തങ്ങളോട് ചെയ്തതോടുകൂടിയാണ് അവർക്ക് ആ ഒരു പ്രൊഡക്ഷനും പ്രോഫിറ്റും വർദ്ധിപ്പിക്കാൻ സാധിച്ചത്. ഒക്കെയാണോ? സ്ഥാപനത്തിന്റെ ലാഭം അല്ലെ നമ്മുടെ ആ ഒരു ഫേമിന്റെ ലാഭം എന്താണ്? നമ്മളെ എംപ്ലോയറിന്റെ തൊഴിലുടമയുടെ മാത്രം പരിശ്രമം കൊണ്ട് മാത്രമല്ല ലഭിക്കുന്നതെന്നും നമ്മുടെ തൊഴിലാളികളുടെ വർദ്ധിച്ച ഉൽപാദനക്ഷമതയോടുകൂടിയാണ് ആ ഒരു ലാഭം നമുക്ക് ലഭിച്ചതെന്ന് നമ്മുടെ തൊഴിലുടമകളും കണക്കാക്കുക. ഓക്കെയാണോ?
ഒരു തോന്നൽ ഉണ്ടാവാം. Therefore, workers should be given a equal share of the benefits. അപ്പൊ എന്ത് ചെയ്യുക, അതിനാല് തൊഴിലാളികൾക്കും ആ ഒരു എന്താണ് ബെനിഫിറ്റ്സിൽ അല്ലെ, ആ ഗുണത്തില് ഈക്വൽ ആയിട്ടുള്ള ഒരു ഷെയർ ഉണ്ടെന്ന് അവര് കണക്കാക്കുകയും അത് നൽകുകയും ചെയ്യുക. നമ്മുടെ തൊഴിലാളികള് ആ ഒരു പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്തത് കൊണ്ടാണ് അല്ലെ, എന്താണ് അവരുടെ റെസ്പോൺസിബിലിറ്റി കറക്റ്റ് രീതിയിൽ ചെയ്തത് കൊണ്ടാണ് നമ്മുടെ എംപ്ലോയർക്ക് ലാഭം കിട്ടിയത് അല്ലെ. അല്ലെങ്കിൽ ലാഭം കിട്ടോ അല്ലേ? അപ്പൊ എന്ത് ചെയ്യുക, ആ ഒരു ലാഭം കിട്ടിയത് കൊണ്ട് അല്ലെ, ആ ഒരു തൊഴിലുടമ എത്രയും എഫേർട്ട് എടുത്തിട്ടുണ്ടോ അത്രയും തന്നെ നമ്മുടെ തൊഴിലാളികളുടെ ഭാഗത്തു നിന്ന് ലഭിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ എന്ത് ചെയ്യണം, ആ ഒരു പ്രോഫിറ്റിന്റെ ഒരു ഭാഗം ബെനിഫിറ്റ്, ആ ഗുണം അവർക്ക് ലഭിച്ച ആ ഒരു പ്രോഫിറ്റിന്റെ ഒരു ഭാഗം ആർക്ക് കൂടി കൊടുക്കണം, നമ്മുടെ തൊഴിലാളികൾക്ക് കൂടി നൽകുക. ഓക്കെ അല്ലേ? നമ്മുടെ ഈ മന്ത് ഇയറിന്റെ ആവുമ്പോ നമ്മുടെ തൊഴിലാളികൾക്ക് കൊടുക്കാറുണ്ട് അല്ലെ, ബോണസ് കൊടുക്കാറുണ്ട് അല്ലേ, അവർക്ക് പ്രോഫിറ്റ് കിട്ടി കഴിഞ്ഞാൽ അല്ലെ ബോണസ് ഒക്കെ കൊടുക്കാറുണ്ട് അല്ലെ. അതേപോലെ എന്ത് ചെയ്യുക, ആ ഒരു പ്രോഫിറ്റ് കിട്ടിയതിൽ നിന്ന് ഒരു ഭാഗം നമ്മുടെ തൊഴിലാളികൾക്ക് കൂടി നമ്മുടെ തൊഴിലുടമ നൽകുക. ഓക്കെ അല്ലേ? നെക്സ്റ്റ് പറയുന്നത് പ്രൊവൈഡ്സ് ഫെയർ ബെനിഫിറ്റ്സ് ടു വർക്കേഴ്സ് അല്ലെ. എന്താണ് ന്യായമായിട്ടുള്ള ആനുകൂല്യങ്ങൾ നമ്മുടെ തൊഴിലാളികൾക്ക് നൽകുക. The workers must be given enough monetary and non-monetary motivation so that can live a balanced life അല്ലെ. ഒരു സന്തുലിതമായിട്ടുള്ള ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ലൈഫ് അവർക്ക് നൽകുന്നതിന് വേണ്ടി എന്തെടുക്കുക, അവർക്ക് ആവശ്യമായ ഇനഫ് ആയിട്ടുള്ള പണപരമായിട്ടും അല്ലാത്തതുമായിട്ടുള്ള മോട്ടിവേഷൻസ് കൊടുക്കുക അല്ലെ. ഇപ്പൊ നമുക്ക് പറഞ്ഞു ഫസ്റ്റ് മിസ് എംപ്ലോയി ബെനിഫിറ്റ്സുകൾ പറഞ്ഞപ്പോ പറഞ്ഞു അല്ലെ, ഒരുപാട് ബെനിഫിറ്റ്സുകൾ കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞു അല്ലെ. ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ്, ട്രാൻസ്പോർട്ടേഷൻ അലവൻസ്, അതൊക്കെ എന്താണ് ധനപരമായിട്ട് കൊടുക്കുന്നതാണോ? പിക്ക് ഇൻ പിക്ക് ഔട്ട് ഒക്കെ ധനപരമാണോ? അല്ലാതെ നോൺ മോണിറ്ററി അലവൻസുകളാണ് അല്ലെ, നോൺ മോണിറ്ററി ബെനിഫിറ്റ്സ് അല്ലേ. എന്താണ് മീൽസ് പ്രൊവൈഡ് ചെയ്യുക അല്ലെ, ഫുഡ് പ്രൊവൈഡ് ചെയ്യുക അല്ലെ, ഫുഡ് കൊടുക്കുക ഒരു വർക്കിംഗ് ടൈമില് അത് അങ്ങനെയൊക്കെ കൊടുക്കുന്ന. അപ്പൊ എന്താണ്, അതല്ലാണ്ട് അവർക്ക് ബെനിഫിറ്റ്സുകൾ കൊടുക്കുന്നുണ്ടല്ലോ, ബോണസ് കൊടുക്കുക, ഗ്രാറ്റുവിറ്റി കൊടുക്കുക. അപ്പൊ അങ്ങനെ മൊണറ്ററി ആയിട്ടും അല്ലെ ധനപരമായിട്ടും അതല്ലാതെയും എന്താണ് അവരുടെ ഒരു സന്തുലിതമായിട്ടുള്ള ഒരു ലൈഫ് അല്ലെ, ഒരു ജീവിതം നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് എന്താണ് അവർക്ക് ഇത്തരത്തിലുള്ള മോട്ടിവേഷൻസ് അതായത് ബെനിഫിറ്റ്സുകൾ നൽകുക. ദിസ് ഈസ് പോസിബിൾ ഓൺലി വെൻ ദ ഇൻഡസ്ട്രിയൽ റിലേഷൻ ബിറ്റ്വീൻ ദ വർക്കേഴ്സ് ആൻഡ് ദ മാനേജ്മെന്റ് ആർ ഫ്രണ്ട്ലി അല്ലെ. തൊഴിലാളികളും മാനേജ്മെന്റും തമ്മിലുള്ള വ്യവസായിക ബന്ധങ്ങൾ സൗഹൃദപരമാക്കുമ്പോൾ മാത്രമായി നമുക്ക് ഇത് സാധിക്കുകയുള്ളൂ അല്ലെ. അങ്ങനെ മൊണറ്ററി നോൺ മോണിറ്ററിയുമായിട്ടുള്ള മോട്ടിവേഷൻസ് അവിടെ കൊടുക്കാൻ സാധിക്കുന്നത് നമ്മുടെ മാനേജ്മെന്റും നമ്മുടെ വർക്കേഴ്സും തമ്മിലുള്ള ഒരു സൗഹൃദപരമായിട്ടുള്ള ഒരു വ്യവസായിക ബന്ധങ്ങൾ ഇൻഡസ്ട്രിയൽ റിലേഷൻസിലൂടെ മാത്രമേ നമുക്ക് ഇതിന് സാധ്യമാവുകയുള്ളൂ. ഓക്കെ ആണോ? എന്താണ് നമ്മുടെ തൊഴിലാളികൾക്ക് പണപരമായിട്ടും അതല്ലാത്തത് നോൺ മോണിറ്ററി ആയിട്ടുള്ള ബെനിഫിറ്റ്സുകളെ മോട്ടിവേഷൻ നൽകുന്നത് എന്താണ്, അവർക്ക് സന്തുലിതമായിട്ടുള്ള ഒരു ജീവിതം നയിക്കാനായിട്ട് അല്ലെ, അവർക്ക് ജീവിക്കാനായിട്ട് സാധിക്കുന്നു. ഈ ഒരു കാര്യം നമുക്ക് പോസിബിൾ ആകുന്നത്, നമുക്ക് പ്രാവർത്തികമാക്കുന്നത് എപ്പോഴാണ്, നമ്മുടെ മാനേജ്മെന്റും തൊഴിലാളികളും തമ്മിൽ ഒരു നല്ല സൗഹൃദപരമായിട്ടുള്ള ഒരു അന്തരീക്ഷം നിലനിൽക്കുമ്പോൾ മാത്രമേ നമുക്ക് ഇതിന് സാധ്യമാവുകയുള്ളൂ. ഓക്കെ ആണോ? ഇത്രയും ഭാഗം ഓക്കെ ആണോ? ഒരുപാട് പോയിന്റുകൾ ഉണ്ട് അല്ലെ. നെക്സ്റ്റ് ഇനി ഹെൽപ്പ് ഇൻ ഫെസിലിറ്റേഷൻ ഓഫ് ചേഞ്ചസ്. ഇനി ഒരു 5th വണ്ണും കൂടി ഉണ്ട്. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ് ഇത്ര എടുക്കുന്നുള്ളൂ. മിസ് ഒന്ന് വായിച്ചു നോക്കി, നിങ്ങൾ ഇന്നെടുത്ത ഭാഗങ്ങൾ ഒന്ന് വായിച്ചു നോക്കി. എങ്കിലും പോയോ?
ഇന്നെടുത്ത ഭാഗങ്ങളൊന്ന് വായിച്ചു നോക്കിയേ. ക്ലിയർ ആണോ എന്നൊന്ന് നോക്കിയേ. എന്നിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് ചോദിക്കും. ക്ലിയർ ആണോ ഇന്നത്തെ ഭാഗം മിസ് എടുത്തത്? ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ് മിസ് വൈൻഡപ്പ് ചെയ്യാണ്. ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് അറിയാം ഓരോ ഭാഗം എടുക്കുമ്പോൾ തന്നെ അല്ലെ കുറച്ചും കൂടി നമുക്ക് ബുദ്ധിമുട്ടായി വരുന്നുണ്ട് അല്ലെ. അപ്പൊ നിങ്ങൾ എടുക്കുന്ന ഭാഗങ്ങൾ അന്നാന്ന് തന്നെ പഠിക്കാം കേട്ടോ, പിന്നീടത്തേക്ക് വെക്കാതെ. ഓക്കെ, ഇന്നത്തെ ക്ലാസ് മിസ് വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ, താങ്ക് യു ഓൾ.